അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ചർച്ച ചെയ്യുന്ന ഈ സമ്മേളനം യുവ കേരളത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രമുഖരായ നമ്മുടെ കേരളത്തിലെ യൂത്ത് മൂവ്മെൻറ്റുകളുടെ സാരഥികളാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. യുവത്വം എന്നത് തിളക്കമുള്ള ഒരു കാലമാണ് എന്നത് മുഖവുരയോ വിശദീകരണമോ ഇല്ലാതെ നമുക്കെല്ലാവർക്കും അറിയാം. നാടിൻ്റെ കരുതലും പ്രതീക്ഷയുമാണ് ചെറുപ്പക്കാരെന്നത്. നാട്ടിലെന്തോ നടന്നോട്ടെ, എനിക്കതൊന്നും അറിയേണ്ടതില്ല എന്ന ഒരു അരാഷ്ട്രീയത ഒഴിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടും സഹജീവിയോട് പ്രതിബദ്ധത പുലർത്തിയും നമ്മുടെ മണ്ണിനോട് താല്പര്യപ്പെട്ടുകൊണ്ടുമുള്ള ഒരു യൗവനം, ഒരു നാട്ടിലെ ചെറുപ്പക്കാർ, ഒരു ഗ്രാമത്തിൽ അങ്ങനെയുള്ള യുവാക്കൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രതീക്ഷാനിർഭരമാണ്, നിറവസന്തമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൻ്റെ യൗവനം, അവരുടെ അജണ്ടകൾ എന്തൊക്കെയാണ്? നാടിൻ്റെ സ്വാസ്ഥ്യവും നാടിൻ്റെ സമാധാനവും വികസനവും അത് അക്ഷരാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലെത്തുന്നത്, യാഥാർത്ഥ്യമാകുന്നത് തീർച്ചയായും സക്രിയമായ ഇങ്ങനെയുള്ള ഒരു യൗവനം, യുവാക്കൾ നാട്ടിലുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള സാഹചര്യം എന്തൊക്കെയാണ്? ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ അജണ്ടകൾ നിർണ്ണയിക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ യൗവനത്തിന് ഉത്തരവാദിത്തങ്ങളില്ലേ? നമുക്കെങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാനാവും എന്ന ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും രാഷ്ട്രീയമായ, ആദർശപരമായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും യുവാക്കളെല്ലാവരും, നമ്മളെല്ലാവരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്ന നല്ലൊരു മനസ്സ് നമുക്കെല്ലാവർക്കുമുണ്ട്. തീർച്ചയായും ആ രീതിയിൽ കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം നാടിൻ്റെ ഒരു പ്രതീക്ഷയായി എങ്ങനെ യുവ കേരളത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനാവുമെന്ന ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് DYFI സംസ്ഥാന പ്രസിഡന്റ് VK സനോജ് പങ്കെടുക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് സംബന്ധിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പങ്കെടുക്കുന്നു. AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസാദ് പങ്കെടുക്കുന്നു. SYS സ്റ്റേറ്റ് കൗൺസിലർ മുഹമ്മദ് അലി കിനാലൂർ സംബന്ധിക്കുന്നു. എല്ലാവരെയും ഹൃദ്യമായി ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SYS കഴിഞ്ഞ ഒരു വർഷമായി പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയമാണ് പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് കേരള യുവജന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ കൂടി ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്താദ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്സരിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാനവ സഞ്ചാരം എന്ന പേരിൽ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. മാനവ സഞ്ചാരം വിവിധ ജില്ലകളിൽ സന്ദർശിച്ചപ്പോൾ ആ ജില്ലകളിൽ നിന്നുള്ള യുവജന സംഘടനാ നേതാക്കളുമായി സംഘടനാ നേതൃത്വം സംസാരിക്കുകയും ചെയ്തിരുന്നു.
അന്നത്തെ ആ സംസാരത്തിൽ ഉയർന്നു വന്ന ചില ആശയങ്ങൾ കൂടി മുൻനിർത്തിയാണ് നമ്മുടെ ഈ വേദിയിൽ ഇങ്ങനെ ഒരു സംവാദത്തിന് വേദി ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അരാഷ്ട്രീയത ആപൽക്കരമായ വിധത്തിൽ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അരാഷ്ട്രീയത എന്ന് പറയുന്ന സമയത്ത് കേവലം രാഷ്ട്രീയ കക്ഷിത്വത്തോടുള്ള വിരക്തി, വിമുഖത എന്ന അർത്ഥത്തിൽ അല്ല ഞാനിത് പറയുന്നത്. മറിച്ച് അങ്ങേയറ്റം നിഷ്ക്രിയമായ, നിസ്സംഗമായ ഒരു സമീപനം രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത്, ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊച്ചിയിലെ IT മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളെ, ചില യുവതി യുവാക്കളെ കേരളത്തിലെ ഒരു ചാനൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ, അവരുമായി സംസാരിച്ചപ്പോൾ അവരിൽ പല ആളുകളും അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇതുവരെയായി വോട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. ഞങ്ങൾ ഇക്കാലം അത്രയും വോട്ട് ചെയ്തിട്ടില്ല, നാളെയും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നവർ അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. അവരാ തൊഴിലിന് പ്രാപ്തമാക്കിയതുപോലും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയും ഭരണഘടനയും നിയമങ്ങളുമൊക്കെയാണ് എന്ന പ്രാഥമിക പാഠം പോലും മറന്നുകൊണ്ട് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വന്നു ചേരുന്ന ഏറ്റവും മികച്ച അവകാശങ്ങളിലൊന്ന് വിനിയോഗിക്കുക പോലും ചെയ്യാതെ, അങ്ങനെ വിനിയോഗിക്കാതിരിക്കുന്നത് എന്തോ അഭിമാനകരമായ മഹത്തരമായ പ്രവൃത്തിയാണ് എന്ന് കരുതുന്ന ആളുകൾ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഞാൻ ഈ കേരളം എന്നതിനെ സവിശേഷമായി സംബോധന ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാഷ്ട്രീയമായി മറ്റ് പല നിലകളിൽ ഉയർന്ന പ്രബുദ്ധത പുലർത്തുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. ഈ മലയാളികൾക്കിടയിൽ പോലും ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ മ്ലേച്ഛമായ, മോശമായ സംഗതിയാണ് എന്ന് കരുതുന്ന വിദ്യാസമ്പന്നരായ ആളുകളുണ്ട് എന്നത് നമ്മൾ അതിശയിപ്പിക്കേണ്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഈ ചുറ്റുവട്ടങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങളോട് എന്ത് സമീപനമാണ് നമ്മുടെയൊക്കെ നാട്ടിലെ യുവാക്കൾ സ്വീകരിക്കുന്നത് എന്നതുകൂടി നമ്മുടെ ചർച്ചയിൽ കടന്നു വരേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചാലും തരക്കേടില്ല. ഇപ്പോൾ സാധാരണ പറയാറുള്ളത്, ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ആര് ഭരിച്ചാൽ എനിക്ക് എന്താണ്, എൻ്റെ അന്നത്തിന് ഞാൻ ജോലിക്ക് പോകണം എന്നാണ് ചില ആളുകളെങ്കിലും പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ, ഞാൻ അധ്വാനിച്ചാലേ എൻ്റെ വീട്ടിൽ അടുപ്പ് പോയോ, അതുകൊണ്ട് ആര് ഭരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആര് ഭരിച്ചാലും പ്രശ്നമില്ലാതിരിക്കുന്ന എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ തൊഴിൽ കാര്യം എന്ന രീതിയിലേക്ക് കാണുന്ന ആളുകൾ പോലുമുണ്ട്. ഈ തൊഴിൽ നയം പോലും ഒരു ഭരണകൂടം രൂപപ്പെടുത്തുന്നതാണ് എന്നും, ഒരാളുടെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെ തൊഴിൽ സുരക്ഷിതത്വത്തിന് പോലും ഭരണകൂടത്തിൻ്റെ തീരുമാനവുമായും അവരുടെ നയപരിപാടികളുമായും ബന്ധമുണ്ട് എന്നുപോലും മനസ്സിലാക്കാത്ത, സാമാന്യമായ ബോധം പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും ആളുകളുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ സംബോധന ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മൾ ഈ സംസാരം ആരംഭിക്കുന്ന സമയത്ത് ഈ അരാഷ്ട്രീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഊന്നി നിന്നുകൊണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജില്ലകളിൽ നടന്ന സംവാദത്തിൻ്റെ തന്നെ തുടർച്ചയായി ആ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി തേടി നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന അതിഥികളോട്, നമ്മൾ നീണ്ട സമയം എങ്ങനെ സംവദിക്കുന്നിടത്ത് CMൻ്റെ സമയമൊക്കെ ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ യുവതി യുവാക്കൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ് യുവജന സംഘടനകൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക? എന്തുകൊണ്ടാണ് നമ്മുടെ കാലത്തെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ യുവാക്കൾ ഏറ്റെടുക്കാത്തത്? ഈ ചർച്ചയിൽ നിന്നുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. DYFIയുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉണ്ട്, PK ഫിറോസ്, അബിൻ വർക്കി, പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം നമ്മോടൊപ്പം ഉണ്ട്. അവരവരുടെ വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പറയും. ഞാൻ ഓരോരുത്തർക്കും പിറകെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇടപെട്ട ഒരുപാട് സമയം പോകുമെന്നതുകൊണ്ട് ആദ്യം ഈ വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശേഷം മറ്റു വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സനോജ്, അബിൻ വർക്കി അവിടെ നിന്ന് തുടങ്ങുന്നാൽ. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. ആശയങ്ങൾ പങ്കുവെക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ അരാഷ്ട്രീയത എന്നുള്ള വിഷയത്തിൽ എന്താണ് രാഷ്ട്രീയത എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മളൊരു ലാഭനഷ്ടമില്ലാതെ ഒരു അനീതിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയത എന്താണ്? നമ്മളൊരു ലാഭം നോക്കിക്കൊണ്ട് ഒരു വിഷയത്തിൽ ഇടപെടാതിരിക്കുക അല്ലെങ്കിൽ ഇടപെടുക.
അതിനെയാണ് അരാഷ്ട്രീയത എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾ അരാഷ്ട്രീയവാദികളാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എൻ്റെ ഉത്തരം അവർ അരാഷ്ട്രീയവാദികൾ അല്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ യുവാക്കൾ നല്ല പൊളിറ്റിക്കൽ സെൻസിറ്റീവായ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള യൂത്താണ് എന്നുള്ളതിൽ സംശയമില്ല. അത് ഇന്ത്യയിലെ യുവാക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് തെരുവിലിറങ്ങി ഒരു സമരം ചെയ്യണോ? അവർ സമരം ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി നടന്ന കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലുണ്ടായ റേപ്പുമായി ബന്ധപ്പെട്ട സമരം, ആ സമരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഇടപെടുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയവും പ്രകടമാക്കാത്ത, ഒരു സംഘടനയിലും അണിചേരാത്ത കുറേയധികം വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ആ സമരത്തിന് മുൻപന്തിയിൽ ഇറങ്ങിയത്. ഇപ്പം നിർഭയ വിഷയം നമുക്കറിയാം. ആ വിഷയത്തിൽ രാഷ്ട്രപതി ഭവനിലേക്ക് സമരം നടത്തിയത് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റിയും ഇല്ലാത്ത കുറേയധികം വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി അല്ലാതെ തന്നെ ഒരു സമരത്തിൽ പങ്കെടുക്കാനും കൃത്യമായ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താനും ഇന്നത്തെ യുവതി യുവാക്കൾക്ക് സാധിക്കുന്നു എന്നുള്ളിടത്താണ്. പക്ഷേ അവർ ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. അവരൊരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണം ഇപ്പം എന്തുകൊണ്ട് അവർ ഏറ്റവും ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള യുവജന സംഘടനകൾ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, DYFI ഉണ്ട്, AYF ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ യുവജന സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കാത്തത് എന്നുള്ളതൊരു വിഷയമാണ്. അത് സ്വയം വിമർശനാത്മകമായി ഞങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ കാരണം ഇന്ന് നമ്മൾ ഇന്നത്തെ യുവതി യുവാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ സിനിമയുടെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ സീരിയലിൻ്റെ കാര്യം എടുക്കുക. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ ബ്രേക്കിംഗ് ബാഡോ അല്ലെങ്കിൽ 13 ഇതൊക്കെ കണ്ടുകൊണ്ട് 1000 ബേബീസും ഒക്കെ കാണുന്ന ഇന്നത്തെ യുവതി യുവാക്കളുടെ അടുത്ത് നമ്മൾ ഈ കണ്ണീർ പൂക്കളും അല്ലെങ്കിൽ ഇന്നത്തെ സീരിയലുകളുടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ നമ്മളെ പാടെ തള്ളിക്കളയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്ന യുവതി യുവാക്കളുടെ അടുത്ത് നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ അവർ നമ്മളെ തള്ളിക്കളയും. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതി യുവാക്കളോട് രാഷ്ട്രീയ സംഘടനകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിൽ വ്യത്യാസം വരുത്തണമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. 2, അമിതമായ രാഷ്ട്രീയവൽക്കരണം യുവതി യുവാക്കൾക്കിടയിൽ ഒരു അരാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് വസ്തുതയാണ്. അമിതമായ രാഷ്ട്രീയവൽക്കരണം എങ്ങനെയാണ്? ഒരു ക്യാമ്പസുകളിൽ അമിതമായ രാഷ്ട്രീയവൽക്കരണം, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അമിതമായ രാഷ്ട്രീയവൽക്കരണം. ആ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ആ ഡീമെറിറ്റാണ് കുറേയധികം യുവതി യുവാക്കളെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തോന്നിപ്പിക്കുവാനുള്ള കാരണം. അതുപോലെ തന്നെയാണ് ഈ പല സ്ഥലത്തും. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കന്മാർ എങ്ങനെയെങ്കിലും കുട്ടികൾ രാത്രി ഒന്ന് വീട്ടിൽ കയറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ അതിന് ഇൻസിസ്റ്റ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി അവൻ ആ ഗ്രൗണ്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ ആ ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം വായിക്കണമെന്നോ കൂട്ടുകാരോടൊത്തൊന്ന് കൂട്ടുകൂടണമോ എന്നാലോചിക്കുന്ന മാതാപിതാക്കളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു സംഘടനാപരമായ ഒരു കൂട്ടുകൂടലിൻ്റെ അതിൻ്റെ ഒരു അപര്യാപ്തത ഇന്നത്തെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിൽ നമുക്കൊരു കളക്റ്റീവ് എഫേർട്ടാണ് വേണ്ടത്. യുവജന സംഘടനകളും മറ്റ് സാമുദായിക സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട്. ഇപ്പോൾ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഹിന്ദു സ്വരാജിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യ ജനത്തിൻ്റെ വിഷയത്തിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ് അർത്ഥം എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതല്ല രാഷ്ട്രീയവാദം, മറിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് അതിൽ അഭിപ്രായം പറയുമ്പോഴും വോട്ട് ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയവാദം ഉണ്ടാക്കുക എന്ന അവരുടെ ലാംഗ്വേജിൽ അവരുടെ വിഷയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ കേരളത്തിൽ അരാഷ്ട്രീയവാദം എന്ന് നമ്മൾ സോക്കോൾഡായി പറയുന്ന ആ വേർഡിന് പ്രസക്തി ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഫിറോസ് ഖാൻ സംസാരിക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ രണ്ടാമതായി ഞാൻ ചോദിച്ചൊരു ചോദ്യം നമ്മുടെ ഫിറോസ് ഖാനെ പറയും, നമ്മുടെ കാലത്തെ രാഷ്ട്രീയ മുദ്രാവാക്യം യുവാക്കളെ ആകർഷിക്കുന്നില്ലേ എന്നതായിരുന്നു. ഇപ്പോൾ അബിൻ സംസാരിച്ച് പറഞ്ഞൊരു കാര്യം, ഈ RG-കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വന്നു എന്നുള്ളതാണ്. ഈ കർഷക സമരം നടക്കുന്ന സമയത്തും നിങ്ങൾ രാഷ്ട്രീയക്കാർ വരണ്ട എന്ന് പറയുന്ന സ്ഥിതി വിശേഷം ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലത്തെ മുദ്രാവാക്യം, രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ തന്നെ യുവാക്കളെ ആകർഷിക്കുന്നില്ലേ? എന്താണ് ഫിറോസ് പറയുന്നത്? ആദ്യമായി
SYSൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മുദ്രാവാക്യം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ഈ മുദ്രാവാക്യം വളരെ മനോഹരമായിട്ടുണ്ട്. അത് തിരഞ്ഞെടുത്തവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ അബിൻ വർക്കി സൂചിപ്പിച്ചു. ആ രാഷ്ട്രീയവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുഹമ്മദ് അലി അതിനോട് ചേർത്തുകൊണ്ട് ചില കാര്യങ്ങളും പറഞ്ഞു. സ്റ്റേജിലിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അബിൻ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് രാഷ്ട്രീയം, എന്താണ് അരാഷ്ട്രീയം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിനകത്ത് ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് പോളിറ്റിക്സ്. എന്നിട്ട് ആ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ മൗനമായി നിൽക്കുന്ന സമയത്ത് ഉടനെ ആ ക്ലാസ് മുറിയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് അധ്യാപകൻ പറയും ഗെറ്റ് ഔട്ട് എന്ന് പറയും, പുറത്തു പോകാൻ പറയും. ആ കുട്ടി ചോദിക്കുക എന്നോടാണോ എന്ന് ചോദിക്കും. നിന്നോട് തന്നെ പുറത്തു പോകാൻ പറയും. കുട്ടി പുറത്തുപോയി. അധ്യാപകൻ വീണ്ടും ക്ലാസ് തുടരുന്നു. ക്ലാസ് തുടരുന്നുണ്ടെങ്കിൽ അധ്യാപകൻ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയോട് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ ഒരാൾ പോലും എഴുന്നേറ്റ് നിന്നിട്ട് എന്തിനാണ് ആ കുട്ടിയെ പുറത്താക്കുന്നത് എന്ന് ചോദിച്ചില്ല. ആ ചോദിക്കാത്തതാണ് അരാഷ്ട്രീയത. ഏതെങ്കിലും ഒരാൾ ഒരു കാരണവുമില്ലാതെ ആ കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനായിരുന്നു ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ എന്ന് അധ്യാപകൻ വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. പൊതുവിൽ ഇവിടെ നേരത്തെ മുഹമ്മദ് അലി പറഞ്ഞതുപോലെ രാഷ്ട്രീയം ആര് ഭരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തലമുറയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. വിശേഷിച്ച് കേരളത്തിൽ യുവാക്കളിൽ നല്ലൊരു ശതമാനം രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, രാഷ്ട്രീയ ബോധമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. പുതിയ തലമുറ എടുത്ത് പരിശോധിച്ചാൽ അപ്പോൾ അവർക്ക് BTS ആർമിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് BTSൻ്റെ ഒരു കൺസേർട്ടിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, വളാഞ്ചേരിയിൽ ഒരു യൂട്യൂബ് വ്ളോഗർ വന്നിട്ട്, തൊപ്പിക്കാരൻ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അയാൾ വന്ന ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴാണ് ഇത്രയും അധികം ആളുകളെ സ്വാധീനിക്കാൻ, ഇത്രയും അധികം ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞു എന്ന് നമ്മൾ പോലും തിരിച്ചറിയുന്നത്. അദ്ദേഹം ഏത് നിലക്കാണ് സ്വാധീനിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ യുവാക്കളെ, ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് രാഷ്ട്രീയ ബോധം തീരെയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അവർക്ക് എന്താണ് രാഷ്ട്രീയമെന്നും എന്തുകൊണ്ട് രാഷ്ട്രീയ ബോധം വേണം എന്നതിനെ സംബന്ധിച്ചും നമ്മൾ കൃത്യമായി ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആര് ഭരിച്ചാലും കണക്കാണ് എന്ന് പറയാറുണ്ട്. ആര് ഭരിച്ചാലും കണക്കാണോ? പ്രത്യേകിച്ച് ഇന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും, ഒരാളുടെ പൗരത്വം പോലും നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. കോവിഡിന് ശേഷം കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങണ്ടേ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്, ആ നാട്ടിലെ പണക്കാരനല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. എന്തിനേറെ പറയുന്നു, ചിലരെങ്കിലും പറയാറുണ്ട് രാഷ്ട്രീയക്കാർ മതത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയാറുണ്ട്. പള്ളി എപ്പോൾ തുറക്കണ്ട എന്ന് തീരുമാനിച്ചത് കോവിഡ് കാലത്ത് രാഷ്ട്രീയ നേതൃത്വമാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൻ്റെ ആഴം എത്രയാകണം എന്ന് തീരുമാനിച്ചത് രാഷ്ട്രീയ നേതൃത്വമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സിലബസുകൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. അപ്പോൾ രാഷ്ട്രീയത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന ബോധ്യം പുതിയ തലമുറയിലേക്ക് കൃത്യമായി സന്നിവേശിപ്പിക്കുക എന്നതാണ് ഒരു പരിഹാരം. ആ പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യുവജന സംഘടനകൾ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതുപോലുള്ള സമ്മേളനങ്ങളുടെ നിങ്ങളുടെ പ്രമേയം തന്നെ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം പോലും രാഷ്ട്രീയ ബോധമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ സഹായകരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SYSFൻ്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രാഷ്ട്രീയം അരാഷ്ട്രീയം എന്നത് യഥാർത്ഥത്തിൽ അരാഷ്ട്രീയവും ഒരു രാഷ്ട്രീയം തന്നെയാണ്. നിലപാട് പറയാതിരിക്കുക, നിലപാടിൽ പറയാതെ മാറി നിൽക്കുക എന്നത് അവർക്കും ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണ്. കൃത്യമായെന്ന് പറയാൻ കഴിയില്ല,
വളരെ പിന്തിരിപ്പനായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ്. ഇവിടെ ചെറുപ്പക്കാരെല്ലാം അരാഷ്ട്രീയവാദികളായി ഇനി ഈ നാടിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിൽ അങ്ങേയറ്റം നിരാശയോടുകൂടി ഈ വിഷയങ്ങളെല്ലാം സമീപിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അങ്ങനെ നിരാശയോടുകൂടി ഈ കാര്യങ്ങളെ സമീപിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ചരിത്രമാണ് ഏറ്റവും വലിയ സമരായുധം. നമ്മൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രധാനമായും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാം ആ ചരിത്രത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ചോരകനിയുന്ന നിരവധി അധ്യായങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇന്നിപ്പോൾ ഒരു സാഹചര്യം മാറി. ഇന്നിപ്പോൾ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്ക് തോന്നുന്നത് നമുക്കിതുപോലെ ജീവിച്ച് കുറേ കൂടി അടിപൊളിയായി ജീവിച്ച് മുന്നോട്ട് പോവാൻ മുദ്രാവാക്യം വിളികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകളോ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിക്കാം. അപ്പം അതിനനുകൂലമായിട്ടുള്ളൊരു പരിസരം ഇവിടെ മുതലാളിത്തം സൃഷ്ടിക്കുകയാണ്. പ്രധാനമായിട്ടും മാധ്യമങ്ങളെ, സിനിമയെ, സോഷ്യൽ മീഡിയ സംവിധാനത്തെല്ലാം ഉപയോഗപ്പെടുത്തി ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നെല്ലാം പറയുന്നത് ഒരു തരംതാണ ഏർപ്പാടാണ്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പഠിക്കുക, എന്തേലും ഒരു നല്ല ജോലി സമ്പാദിക്കുക, വിവാഹം കഴിക്കുക, കുടുംബ ജീവിതം നയിക്കുക, നല്ല വീട് നിർമ്മിക്കുക, വീടിന് നല്ല മതിലൊക്കെ ഉണ്ടാക്കുക, പുതിയ വാഹനം വാങ്ങിക്കുക. ആ രൂപത്തിലേക്ക് അങ്ങ് പോവുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ചോദ്യം നമ്മുടെ രാഷ്ട്രീയം കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി കഴിയണം. ഇവിടെ നിരവധിയായ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഗൗരവമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും, എല്ലാ സംഘടനകൾക്കും കൂട്ടായ നിലയിൽ ഇടപെട്ട് ഈ സമൂഹത്തെ നയിച്ചിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. പൊതുവെ അവനവനിലേക്ക് ചുരുങ്ങുക എന്നൊരു കാര്യം ഇവിടെ ശക്തിപ്പെടുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വിനേന്ദ്ര മാഷ് പണ്ട് പാടി, എന്തിന് നിന്നോട് കള്ളം പറയണം, ഇല്ല നിന്നോട് എനിക്ക് അത്രയ്ക്ക് അഗാധമായി എന്നെ മറന്നുള്ളൊരിഷ്ടവും പ്രണയവും എന്നാണ്. കാമുകിയോട് പറയുന്നതാണ്, എന്തിന് നിന്നോട് കള്ളം പറയണം, ഇല്ല നിന്നോട് എനിക്ക് അത്രയ്ക്ക് അഗാധമായി എന്നെ മറന്നുള്ളൊരിഷ്ടവും പ്രണയവും. അപ്പം എന്നെ മറന്നിട്ടുള്ള ഇഷ്ടത്തിനും പ്രണയത്തിനും, എന്നെ മറന്നിട്ടുള്ള സൗഹൃദത്തിന് ഒന്നും ഞാനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു തലമുറയും ഇവിടെ വളരുന്നുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന പൊതുവൽക്കരിച്ച് നിരാശപ്പെട്ടു പോവേണ്ട സാഹചര്യമില്ല. അങ്ങനെയും ഒരു തലമുറ വളരുന്നുണ്ട് എന്നത് ജാഗ്രതയോടുകൂടി, വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള യുവജന സംഘടനാ പ്രവർത്തകർ കാണുന്നത്. അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. SYSൻ്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വളരെ അർത്ഥവത്തായ ഒരാശയമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം തന്നെ, ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യപ്പറ്റിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടത്താൻ തയ്യാറാകുക എന്നുള്ളതാണ്. ആ ചർച്ച ചെയ്യാൻ തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്ന്, ഞങ്ങളെല്ലാം ഈ മനുഷ്യപ്പറ്റിനോടൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ രാഷ്ട്രീയവാദത്തെക്കുറിച്ച് ഇവിടെ ഇന്നത്തെ ചർച്ചയിൽ പറയുമ്പോൾ, ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ യുവാക്കളാകെ ഇങ്ങനെ രാഷ്ട്രീയവാദത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോയി കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം നമുക്കില്ല. എന്നാൽ പരിശോധിക്കുമ്പോൾ 15-നും 30-നും വയസ്സിൽ ഇടയിലുള്ള യുവാക്കൾ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് യുവജന സംഘടനകളുടെ സമ്മേളനത്തിലാകെ ഇത്തരത്തിൽ ചർച്ചകൾ വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം സ്വന്തം താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒന്നാണ് എന്നുള്ള ചിന്തകൾ
പല കോണുകളിൽ നിന്നും ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പങ്ക് എന്താണ് എന്ന് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സമ്മേളനങ്ങളിലെല്ലാം വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരു പാട്ട് പോലും മുഴുവനായി കേട്ട കാലം നമ്മളെല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ അത് റീൽസായി ചെറിയ മിനിറ്റുകളിലെ സെക്കൻഡുകളുടെ പാട്ടുകളായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യുവാക്കൾ ഇപ്പോൾ ആ എല്ലാം ഇൻസ്റ്റൻ്റായി അവർക്ക് ലഭിക്കണം എന്ന രീതിയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇനി നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി യുവാക്കളെ നമ്മുടെ പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ യുവജന സംഘടനയും വലതുപക്ഷ യുവജന സംഘടനയുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ SIS പോലെയുള്ള സംഘടനയ്ക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ചെന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെന്നെത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൃത്യമായും നമ്മുടെ രാഷ്ട്രീയം അവിടെ നടപ്പാക്കാൻ സാധിക്കണം. അങ്ങനെ പുതു രാഷ്ട്രീയം നമ്മൾക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി സാധിക്കണം. രാഷ്ട്രീയ പ്രവർത്തനത്തെ മറികടന്നുകൊണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യബോധം പറയാം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ വസ്ത്രങ്ങളിലും നമ്മുടെ എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടത്തിയ ആരാധനാലയങ്ങളിൽ ഏതാണ് ഇപ്പോൾ യഥാർത്ഥ ആരാധനാലയം എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുന്നത്? അതിനുവേണ്ടിയുള്ള സെൻസസ് എടുക്കുവാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. കൃത്യമായി രാഷ്ട്രീയ ബോധം പറഞ്ഞു കൊടുക്കുന്ന ഒരു യുവതലമുറയെ, മാനവികത ബോധ്യമുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു യുവതലമുറയെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകണം. അതിന് കേവലം മുദ്രാവാക്യങ്ങൾ മാത്രം നമ്മൾ അവതരിപ്പിച്ചാൽ ശരിയാകും എന്നെനിക്ക് തോന്നുന്നില്ല. മുദ്രാവാക്യങ്ങളെക്കാൾ ഉപരി ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളുണ്ട്. ആളുകൾക്ക് കൂടുതൽ നന്മകൾ ചെയ്യാവുന്ന ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ ബോധ്യം നമുക്കുണ്ടായിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. SIS അത്തരം പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടു പോകുന്നുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം നിങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ മാതൃകയാക്കിക്കൊണ്ട്, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പല മാതൃകയാക്കിക്കൊണ്ട് യുവാക്കളെ ആകർഷിക്കുവാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായും കേരളത്തിൽ SIS 70 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ തന്നെ കൃത്യമായ രാഷ്ട്രീയ ബോധം പകരുകയും ഓരോ കാലഘട്ടത്തിൻ്റെയും സാഹചര്യങ്ങളെ, രാഷ്ട്രീയ കാലാവസ്ഥകളെക്കുറിച്ച് അതീവ ഗൗരവതരമായി തന്നെ സംഘടനാ വേദികളിലും പുറത്തും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാനിതിൻ്റെ തുടർച്ചയായിട്ട് നേരത്തെ PK ഫിറോസിൻ്റെ സംസാരത്തിൽ കടന്നു വന്നൊരു കാര്യം ഈ അരാഷ്ട്രീയതയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിരോധത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ 4 പേര് ഇരിക്കുമ്പോൾ, നിങ്ങൾ 4 രാഷ്ട്രീയ പാർട്ടികളാണ്. അതേ സമയത്ത് തന്നെ രാജ്യത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ ഒരേപോലുള്ള ഉത്കണ്ഠകൾ പങ്കുവെക്കുന്നവരുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വർഗീയതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് തർക്കങ്ങൾ ഉണ്ടാകേണ്ടതില്ല. തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നമാണ്. അന്താരാഷ്ട്ര സൂചികകളിൽ നമ്മുടെ രാജ്യം മുഖം കുത്തി വീണുകൊണ്ടിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം, പട്ടിണി സൂചിക, പലതരം കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയെല്ലാം ഒരേ വിഷയത്തിൽ തന്നെ നമ്മൾ ഏകാഭിപ്രായക്കാരായിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ യുവജന സംഘടനകൾക്ക് എന്തുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തത്? നിങ്ങളൊക്കെ ഒരു ഭാവനാലോകമായിട്ടെങ്കിലും ചോദിക്കുന്നത് DYFIയും യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും AIYF ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ ഒരു പരിപാടി സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം ഈ നിർണായകമായ ഒരു കാലത്ത് പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തത്? ഞങ്ങൾ ഈ മാനവസഞ്ചാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഈ ചർച്ച ഇത് വന്നിരുന്നു. നമുക്കങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങൾ വേണ്ടേ എന്ന്. നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴും രാജ്യത്തെ ചൊല്ലിയുള്ള ചില ഏകാഭിപ്രായങ്ങൾ നിലനിർത്തുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കതിന് മുന്നിലുള്ള തടസ്സം എന്ന് നിങ്ങളുടെ ആശങ്കകളൊക്കെ പങ്കുവെക്കുന്നത് നന്നായിരിക്കും. നിങ്ങളാർക്കും തുടങ്ങാം. തീർച്ചയായിട്ടും ഇവിടെ
നമ്മുടെ രാജ്യം നേരിടുന്ന വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കാത്തതെന്ന് ചോദിച്ചാൽ പല വിഷയങ്ങളും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഇന്ത്യ ബ്ലോക്കിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയം മുൻനിർത്തിക്കൊണ്ട് ഒരു പാർലമെൻറ്റ് സമരം നടത്തിയിരുന്നു. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. DYFIയുടെ നേതൃത്വം എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. യൂത്ത് ലീഗിൻ്റെ തങ്ങൾ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലയിൽ തന്നെ ഒരുമിച്ച് നിൽക്കണം എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ അങ്ങനെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ച് കേരളത്തിൽ പറയില്ല. ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളെക്കുറിച്ച് നിങ്ങൾ കേരളത്തിൽ വന്ന് ഐക്യത്തോടെ പറയില്ല. അതെ അതെ, തീർച്ചയായിട്ടും ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ, നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ഐക്യപ്പെടാൻ കഴിയുന്ന ഇടങ്ങളെല്ലാം ഐക്യപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ വളരെ ഗൗരവമാണ് പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ ഈ പറയുന്ന അതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് 2014 അവർ രാജ്യത്തുടനീളം പ്രസംഗിച്ചത് 1 വർഷം 2 കോടി തൊഴിൽ കൊടുക്കും എന്നാണ്. യഥാർത്ഥത്തിൽ 10 വർഷം കൊണ്ട് 20 കോടി തൊഴിൽ കൊടുത്ത് വീണ്ടും അതിന് എണ്ണം കൂടേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ 20 കോടി പോയിട്ട് നിലവിലുള്ള തൊഴിലവസരങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും BSNL ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ അപൂർവം ആളുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. BSNL നേരത്തെ 3,30,000 കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സ്ഥാപനത്തിൽ ഏതാണ്ട് 50,000-ഓളം ജീവനക്കാർ മാത്രമേ ഉള്ളൂ. കേവലം ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് 3,30,000 ആണെങ്കിൽ ഇന്ന് കോടാനുകോടി മനുഷ്യർ ഇതുമായി ബന്ധപ്പെട്ട ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാം ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു 35 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടേണ്ട ഒരു പൊതുമേഖലയായിരുന്നു BSNL. 35 ലക്ഷമായി ഉയരേണ്ട സ്ഥലത്ത് 50,000-ൽ നിന്ന് താഴോട്ട് പോകുന്നു. ഇതൊരു BSNLൻ്റെ അനുഭവമാണ്. BPCL നമ്മുടെ എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. HLL സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരിച്ചു. സീപോർട്ടുകൾ ആ വഴിക്ക് പോവുകയാണ്. ബാങ്കിങ് സെക്ടർ പോകുന്നു, LIC പോകുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ സംരക്ഷിച്ച സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു എന്നത് വലിയ ആശങ്കയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട യോജിക്കാൻ കഴിയുന്ന എല്ലാ വിഭാഗം ആളുകളുമായും യോജിച്ച് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് തന്നെയാണ് DYFI കാണുന്നത്. വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയവും അതുതന്നെയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പം എല്ലാ നിലയിലും ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭം തന്നെയാണ്. അപ്പോൾ യോജിക്കാൻ കഴിയുന്ന മേഖലയെല്ലാം യോജിക്കും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അഭിനവർക്കെ DYFI ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഒരുമിച്ച് നിൽക്കാവുന്ന വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കണമെന്ന്. എന്ന് മാത്രമല്ല, നിൽക്കേണ്ട അനേകം സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്, നിങ്ങളിന്ന് വൈകുന്നേരവും ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ചാനലുകളിലിരുന്ന് പരസ്പരം നിങ്ങളുടെ വാഗ്വാദം നടത്തും. സ്വാഭാവികം, അത് ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ അഭിപ്രായ ഭേദങ്ങളുണ്ടാകും. എങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഒരുമിച്ചിരിക്കൽ സാധ്യമാകേണ്ടതില്ല. അതിനൊരു വേദി ആവശ്യമില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് യുവജന സംഘടനകളും മാതൃസംഘടനകളും ഒരുമിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളതിന് ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോൾ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക, അത് ഏറ്റവും കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഇന്ത്യ ബ്ലോക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സംവിധാനം രൂപം കൊണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ വർഗീയത എന്ന് പറയുന്ന ആ കൊടും വിപത്ത്, ആ വിപത്തിനെ പ്രതിരോധിക്കാൻ ജനാധിപത്യ കക്ഷികളെല്ലാവരും ഒരുമിച്ച് ചേരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജയത്തിൻ്റെ വക്കോളം എത്തിയത് ആ ഒരുമിച്ചിരിക്കലിൻ്റെ ഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ
ഒരുമിച്ചിരുന്ന് സമരം നടത്തിയ കാര്യം സനോജ് ഇവിടെ പറഞ്ഞു. പക്ഷെ എന്താണ് നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരുമിച്ചിരിക്കലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് അത്രമേൽ പോളറൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ വസ്തുതയായിട്ട് തന്നെ കാണണം. നമുക്ക് ഒരുമിച്ചിരിക്കാൻ തോന്നിയാലും ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം എന്നുള്ളിടത്താണ് ഈ രാജ്യത്തെ വർഗീയത എത്രമാത്രം ഇൻറ്റൻസീവാണ് എന്നുള്ളത് നമുക്ക് കരുതപ്പെടുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുമിച്ചിരിക്കണം. ഇപ്പോൾ ഇവിടുത്തെ തൊഴിൽ സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ സമഭാവനയോടുകൂടി സമരം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണ് തൊഴിൽ മേഖലയിലെ പ്രസ്ഥാനങ്ങൾ. ഇപ്പോൾ INTUC, CITU, എന്തിനേറെ BMS വരെ ഒരുമിച്ച് സമരം ചെയ്യും. അതൊരു വർഗ പ്രസ്ഥാനമാണ്. ആ വർഗ പ്രസ്ഥാനത്തിന് അവരുടെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാൻ ഒരുമിച്ച് വേണം എന്നുള്ളൊരു ആശയം അവരുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ യൂത്ത് നമ്മൾ ഇപ്പോൾ ഈ തൊഴിലില്ലായ്മ പോലുള്ള വിഷയങ്ങളിൽ, മറ്റ് വർഗീയത പോലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിക്കുമെന്നുള്ള ആ വർഗബോധം നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ ആ ഒരുമിച്ചിരിക്കലുണ്ടാവും. അപ്പം നമ്മൾ ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരു പ്രളയം വന്നാൽ നമ്മൾ ആരാണ്, ഏത് കക്ഷിയാണ്, ഏത് ജാതിയാണ്, ഏത് രാഷ്ട്രീയമാണ്, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. പ്രളയത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്നു, ഒരുമിച്ച് പ്രതിരോധിച്ചു. കൊറോണയിൽ നമ്മൾ ഒരുമിച്ചിരുന്നു, ഒരുമിച്ച് പ്രതിരോധിച്ചു. അന്ന് വർണ്ണ രാഷ്ട്രീയ വിവേചനമില്ലാതെ നമുക്കത് നേടാൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പൊതുവായ ആവശ്യങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇനിയും ഒരുമിച്ചിരിക്കാൻ സാധിക്കും. പിന്നെ എന്താണ് അതിൻ്റെ പ്രശ്നം? അതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇപ്പോൾ വളരെ ഫാക്ട്ഫുള്ളായി പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ചുമ്മാ ഒരു കാര്യം പറഞ്ഞാൽ പോരല്ലോ. ഇപ്പോൾ തൊഴിലില്ലായ്മയ്ക്കെതിരുള്ളൊരു സമരം ഇപ്പം എനിക്കും സനോജിനും ഫിറോസിനും കൂടെ ഒന്നിച്ച് കേരളത്തിൽ നടത്താൻ പറ്റില്ല. കാരണം എന്താ? കേരളത്തിലെ ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ ഈ സമരം ചെയ്യുന്ന കക്ഷിയുടെ ഭാഗമാണ്. ഇപ്പോൾ ചിലപ്പോൾ ആ സമരം നമുക്ക് കർണാടകയിൽ ഒന്നിച്ച് നടത്താൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നം ചില രാഷ്ട്രീയ സിസ്റ്റം നമ്മുടെ ഈ രാജ്യത്തുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ സിസ്റ്റങ്ങൾ നിലകൊള്ളുമ്പോൾ തന്നെ നേരത്തെ നമുക്ക് പല കാര്യങ്ങളിലും, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളിൽ നേരത്തെ KSUവും SFIയും ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് സർക്കാരുകൾക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട്. ഇപ്പം KSUവിനെ സംബന്ധിച്ചിടത്തോളം 1987 ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ 85-ലൊക്കെ അന്ന് KSU ശ്രീ കെ കരുണാകരൻ്റെ വിദ്യാഭ്യാസ നയങ്ങളോട് പ്രതിഷേധിച്ച് അദ്ദേഹവുമായിട്ടുള്ള യോഗത്തിൽ അദ്ദേഹത്തോട് വിമർശനം രേഖപ്പെടുത്തി ഇറങ്ങി വന്ന് SFIയുടെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്പേസുകൾ പൊതുവായ ആവശ്യങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ രാഷ്ട്രീയ സിസ്റ്റങ്ങൾ നിലകൊള്ളുമ്പോൾ തന്നെ, പരിമിതികൾ നിലകൊള്ളുമ്പോൾ തന്നെ വർഗീയതയ്ക്കെതിരെ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെ യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. അതിന് ഈ പരിമിതികൾ ഇല്ലാതാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഡേ. അല്ല, ഫിറോസ് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അബിൻ പറഞ്ഞു വരുന്നത് നമുക്ക് കൊറോണ വരണം, മഹാമാരി വരണം, അല്ലെങ്കിൽ പ്രളയങ്ങൾ ഉണ്ടാവണം, ആ സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നു. ശരിയാണ്. നമുക്ക് ഈ ദുരന്തങ്ങളില്ലാത്ത കാലത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയാനുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു ബാധ്യത നമുക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഒരുമിച്ച് നിൽക്കാൻ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രളയവും കൊറോണയും പോലുള്ളൊരു ദുരന്തമാണ് വർഗീയത. അതിനകത്ത് ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ടാണ് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നുള്ളൊരു വലിയ മഹത്തായ ആശയം ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. രാഹുൽ ഗാന്ധി അത് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ സീതാറാം യെച്ചൂരിയുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും കാതലായ പ്രശ്നങ്ങളിൽ ഒരുമിച്ചിരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് പരിമിതികൾ ഇല്ല എന്നുള്ളത് വളരെ പ്രകടമാണ്. പക്ഷേ അത് കുറച്ചുകൂടി ആ രാഷ്ട്രീയ സിസ്റ്റത്തിനപ്പുറമായി യുവാക്കളുടെ പൊതുവായ ലക്ഷ്യങ്ങൾക്ക് യുവജന സംഘടനകൾ ഒരുമിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡൽഹിയിലെത്തിയാൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട്. ഡൽഹിയിൽ പോകുമ്പോൾ പാൻ്റ് എടുക്കും, ഇവിടെ വന്നാൽ മുണ്ടെടുക്കുമ്പോൾ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല, പാൻ്റ് എടുത്താൽ ഒന്നിച്ചിരിക്കാം എന്നുള്ളതല്ല. ഡൽഹിയിലെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. അതിൻ്റെ ചില സൂചന അബിൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തൊഴിലില്ലായ്മ, നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ട്. അപ്പോൾ കേരളത്തിലൊരു സമരം ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ നേരിടുന്നൊരു പ്രശ്നം, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു യുവജന സംഘടന നിൽക്കുന്ന ഞങ്ങൾ നേരിടുന്ന പ്രശ്നം, DYFI ഭരണമുന്നണിയുടെ ഭാഗമാണ്. ഇവർ ഭരിക്കുന്ന സമയത്ത് ഇപ്പോൾ PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് ജോലി കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ആ വാർത്ത തരുകയായിരുന്നു. ഇവിടെ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് വാർത്തയിലേക്ക് ലിങ്കിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞങ്ങളും DYFIയും ചേർന്ന് സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആളുകൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് DYFIയുമായി ചേർന്ന് പ്രവർത്തിക്കുക?
തൊഴിലില്ലായ്മക്കെതിരെ നിങ്ങൾക്ക് എങ്ങനെയാണ് സമരം ചെയ്യാൻ സാധിക്കുക? ഇവർ തൊഴിലില്ലായ്മക്കെതിരെ DYFI ഡൽഹിയിൽ പോയി സമരം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ മേയർക്ക് പാർട്ടി കൊടുത്തൊരു കത്ത് വലിയ ചർച്ചയായിരുന്നു. പാർട്ടി പ്രവർത്തകരെ നിയമിക്കണം. ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയിട്ടുണ്ടോ? നിയമസഭയിൽ പോയിട്ടുണ്ടോ? എല്ലാ ലിഫ്റ്റിലും ഓരോ പാർട്ടിക്കാരുണ്ടാവും. ഈ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഒരാൾ, അതായത് 1, 2, 3, 4 എന്ന് ഞെക്കാൻ ഒരാളെ അവിടെ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നിയമസഭയിലുണ്ട്. MLA-മാർക്ക് എന്താ അതിനകത്ത് ഞെക്കിയാൽ ഈ ലിഫ്റ്റ് മുകളോട്ട് പോകില്ലേ? സെക്രട്ടേറിയറ്റിൽ ഒരാൾ ലിഫ്റ്റിൽ ഇത് ഞെക്കി ഈ സാധനം മുകളോട്ട് പോകില്ലേ? പണ്ടത്തെ കാലത്ത് ആർക്കും ഇത് അറിയാത്ത കാലത്ത്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെയാണ് പിന്നെയും മനസ്സിലാവും, രോഗികൾക്ക് ഇത് ഞെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകളെ പിൻവാതിൽ വഴി നിയമനം നടത്തിയിരിക്കുന്നു. ഞാൻ കൃത്യമായി പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗവുമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോഷക ഘടകവുമായി യുവജന സംഘടനകളുമായി നമ്മൾ ചേർന്ന് സമരം ചെയ്യാൻ DYFIക്ക് കഴിയില്ല. ഈ കേരള സർക്കാരിനെതിരെ സമരം ചെയ്യാൻ DYFIക്ക് കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിനകത്ത് യോജിക്കാനുള്ള പ്രയാസമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ 2 പോയിന്റിൽ മാത്രം സമയം ചുരുക്കായതുകൊണ്ട്, വർഗീയത വലിയ വിപത്താണ്, യാതൊരു സംശയമില്ല. വർഗീയത രാജ്യത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു, കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സമീപകാലത്ത് കേരളത്തിലെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രസംഗിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏത് സ്റ്റാമ്പാണ്, ഏത് ചാപ്പയാണ് ഇവരുടെ മേൽ ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ മേൽ കുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മലപ്പുറത്ത് നേരത്തെ തന്നെ ലീഗ് ജയിച്ച സമയത്ത് അന്നും പറഞ്ഞിരുന്നു മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്. അതുപോലെ കേരളത്തിൽ നിന്ന് കുറേ ആളുകൾ ഡൽഹിയിലേക്ക്, JNUവിലേക്ക്, ജാമ്യയിലേക്ക്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോയ സമയത്ത് ഭരണകക്ഷി മുന്നണിയിലെ സമുന്നതനായ ഒരു നേതാവ് പറയുകയാണ്, അങ്ങനെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു ചില തീവ്രവാദ സംഘടനകൾ ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞാൽ, ഒരു സമുദായം ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നത് വർഗീയത. ഒരു സമുദായം കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് അക്കാഡമിക്കലി, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഡൽഹിയിലെ നിങ്ങളുടെ സ്ഥാപനം ഞാൻ പോയി കണ്ട ഒരാളാണ്. ആ സ്ഥാപനം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര കുട്ടികളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നു, എത്ര ആളുകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായം ചെയ്യുന്നു. അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാൽ ആ രാഷ്ട്രീയ നേതൃത്വത്തോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുക? അപ്പോൾ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളൊരു കാര്യം, DYFIയുമായി അല്ലെങ്കിൽ അവരുടെ മാതൃസംഘടനയുമായി പല വിഷയത്തിലും യോജിക്കേണ്ടതുണ്ട്, യോജിക്കുകയും വേണം. പക്ഷേ ഇത്തരം നിലപാടുകളിൽ ഒരു ആത്മപരിശോധനയും പുനഃപരിശോധനയും നടത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന് ഈ സെമിനാറിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. സനോജിന് അടുത്ത റൗണ്ടിൽ പറയാൻ ഞാൻ അവസരം തരും. കാരണം ഒരു വിഷയം ഉന്നയിച്ച സ്ഥിതിക്ക് മറുപടി അറിയണ്ടല്ലോ. പ്രസാദിൻ്റെ ഒരു സമയമാണിത്. നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്ന സമയത്തും തീർച്ചയായും ഇത് നമ്മളിപ്പോൾ വർഗീയത, തൊഴിലില്ലായ്മ ഒക്കെ പറഞ്ഞു പോകുമ്പോഴും ഇതിൻ്റെ മറുഭാഗത്ത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിൻ്റെ തന്നെ ഒരു ഉപോൽപ്പന്നമായി അരാഷ്ട്രീയതയുടെ ഉപോൽപ്പന്നമാണ് ഒരർത്ഥത്തിൽ വർഗീയത എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ലഹരിയുടെ വ്യാപനം നമ്മൾ അതിനെയും കാണേണ്ടതുണ്ട്. ഈ യൂട്യൂബർമാരുടെ പിറകെ സഞ്ചരിക്കുന്ന വ്ളോഗർമാരിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു തലമുറ, ലഹരിയിൽ ആനന്ദം കണ്ടെത്തുന്ന തലമുറ, ഈ തലമുറയെ കൂടി നമ്മൾ ഇക്കാലത്ത് സംബോധന ചെയ്യേണ്ടതുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഈ അങ്ങനെ ഒരു കാലത്ത് ഞാൻ നേരത്തെ വർഗീയത, തൊഴിലില്ലായ്മ എന്നതിനോട് തന്നെ ചേർത്ത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ലഹരിയുടെ വ്യാപനം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് എന്തെല്ലാം അഭിപ്രായ ഭേദങ്ങളുണ്ടെങ്കിൽ പോലും ഈ തലമുറയെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് യുവാക്കളായ നിങ്ങളെല്ലാവരും, യുവജന സംഘടനാ നേതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചില വിഷയങ്ങളിൽ തന്നെ തുടർച്ചയായിട്ട് നമുക്ക് എന്താണ് ഇക്കാര്യത്തിലൊക്കെ ചെയ്യാൻ കഴിയുക? ഇവിടെ നമ്മൾ രണ്ടാമത് ചർച്ചയ്ക്ക് കൊണ്ടുവന്ന വിഷയം എന്ന് പറയുന്നത് യോജിച്ച പ്രക്ഷോഭം നടത്തിക്കൂടെ എന്നുള്ളതാണ്. യോജിക്കേണ്ട സമയങ്ങളിലെല്ലാം യോജിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ യുവജന സംഘടനാ ഭാരവാഹികളും അല്ലെങ്കിൽ സംഘടനയും പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സമ്മേളനത്തിനോട് നമ്മൾ യോജിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ ഉയർത്തുന്ന ആശയങ്ങളോട് യോജിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ചില നിലപാടുകളുണ്ടാകും, ചില കാര്യങ്ങൾ അതിൻ്റെ നിലപാടുകളിനകത്തുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകും. അതിനനുസരിച്ച് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ യോജിക്കാൻ സാധിക്കാത്ത അവസ്ഥ സ്വാഭാവികമാണ്.
എന്നാൽ പൊതുവിഷയത്തിനകത്ത് ഇവിടെ പറഞ്ഞതുപോലെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടും തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടും ഇവിടെ നടക്കുന്ന വർഗീയതയുമായി ബന്ധപ്പെട്ടുമെല്ലാം യോജിച്ച പ്രക്ഷോഭം നടത്തുക, യോജിച്ച ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ലിഫ്റ്റിലാളെ വയ്ക്കുന്ന കാര്യം, അത്തരം കാര്യങ്ങളെല്ലാം അതെല്ലാം രാഷ്ട്രീയപരമായ ഒരു ചർച്ചയായിട്ട് നമുക്കതിനെ കാണാം. പക്ഷേ യോജിക്കേണ്ട കാര്യങ്ങളിൽ ഏത് സമയത്ത് യോജിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഈ പ്രണയോ കൊറോണയോ ഒന്നും ദുരന്ത മുഖത്ത് മാത്രം യോജിച്ചാൽ പോരാ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. അങ്ങനെ യോജിക്കുന്നവരല്ല, നമ്മളെല്ലാവരും വർഗീയതയുടെ മുമ്പിൽ നമ്മൾ ഒന്നായി പടപൊരുതും. ആ യോജിപ്പ് തന്നെയാണ് ഈ കേരളത്തിൻ്റെ യോജിപ്പ്. അതുകൊണ്ടാണ് ഈ പറയുന്ന യോജിക്കാത്ത ഒരു യുവജന സംഘടന അപ്പുറത്തുണ്ടല്ലോ, അവർ നമ്മളുമായി യോജിക്കാത്തത്. അത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തമായി യോജിക്കുക തന്നെ വേണം എന്നതാണ് നമ്മുടെ നിലപാട്. പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഇവിടെ പറഞ്ഞു, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം വേണമോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊലപാതകങ്ങളായാലും ക്രൈം മാനദണ്ഡങ്ങളായാലും എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെല്ലാം ലഹരിയുടെ സാന്നിധ്യം ഉണ്ട് എന്നറിയാം. ഇന്നത്തെ യുവാക്കൾ ഇപ്പോൾ സിന്തറ്റിക് ലഹരിയിലേക്കാണ് പോകുന്നത്. നിറമില്ല, മണമില്ല, നിറമില്ല, മണമില്ല, ഒന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളായി പണ്ട് പോലീസുകാർ കൈ കാണിച്ച് ഊതിക്കുന്ന സാഹചര്യം വാഹനത്തിൽ മദ്യപിച്ച് പോകുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഇന്ന് ആളുകളുടെ പേഴ്സ് എടുത്ത് പരിശോധിക്കുന്ന സാഹചര്യമാണ്. അത്രയും മൈന്യൂട്ടായിട്ടാണ് ലഹരി ഇന്ന് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ലഭിക്കുന്നത് രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു തലമുറ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ ആ ഉത്തമമായ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാതിരിക്കുവാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നായി അണിചേരാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഫിറോസ് ഉന്നയിച്ച വിഷയങ്ങളിൽ സനോജിന് പറയാൻ അവസരം കൊടുക്കേണ്ട ഒരു ജനാധിപത്യ മര്യാദയാണ്. നിങ്ങൾ ആ വിഷയത്തിൽ കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകരുത് എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതിപ്പോൾ യോജിപ്പിൻ്റെ മേഖലയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ ദേശീയ തലത്തിലുള്ള നമ്മുടെ യോജിപ്പിൻ്റെ കാര്യങ്ങളും അതിൽ ഇടതുപക്ഷം വഹിച്ച പങ്കുമെല്ലാം ഇവിടെ വ്യക്തമാക്കപ്പെട്ടു. ഇപ്പോൾ കേരളത്തിൽ യോജിക്കാൻ കഴിയാത്തതിൻ്റെ ചില കാര്യങ്ങൾ അബിനും അതുപോലെ തന്നെ ഫിറോസും ഇവിടെ പറയുകയുണ്ടായി. ഫിറോസ് അതിനിടയിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇവിടെ നിലനിൽക്കുന്ന ചില ആരോപണങ്ങൾ അത് വീണ്ടും ഇവിടെ ഉന്നയിക്കുകയാണ്. അതിലൊരു കാര്യമുള്ളത്, ഇപ്പോൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമന നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്തും നിൽക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിനെതിരായി മാത്രം സമരം നടത്തിയാൽ പോരാ, കേരളത്തിനെതിരായും സമരം നടത്തണം എന്നാണ് ഫിറോസിൻ്റെ വാദം. ആ സമരത്തിന് DYFI ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. DYFI സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമന നിരോധനമുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായും സമരത്തിനുണ്ടാവും. കഴിഞ്ഞ ദിവസം KSEB ഓഫീസിന് മുന്നിൽ, കേരളത്തിലെ വൈദ്യുതിഭവന് മുന്നിൽ തിരുവനന്തപുരത്ത് ഞാൻ പങ്കെടുത്തുകൊണ്ടൊരു സമരം നടക്കുകയുണ്ടായി. അവിടെ ന്യായമായും നടക്കേണ്ട 700-ൽ കൂടുതൽ ഒഴിവ് PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും നികത്താതെ വന്നപ്പോൾ അവിടെ ശക്തമായ നിലപാട് സ്വീകരിച്ച സമരവുമായി മുന്നോട്ട് വന്നത് DYFI-യാണ്. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസൊന്നും അവിടെ സമരം നടത്താൻ കണ്ടിട്ടില്ല. KSFI-യിൽ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഈ ഭരണഘട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇടപെട്ടത്. അതുകൊണ്ട് നിയമനം നിരോധനമില്ലാതെ അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതോ, കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും നിയമന നിരോധനമാണ്. റെയിൽവേയിൽ നിയമനം നടക്കുന്നില്ല, സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള തൊഴിലവസരങ്ങളെല്ലാം ഇല്ലാതാവുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ കാണണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നേരത്തെ പറഞ്ഞ അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. കാരണം ഇങ്ങനൊരു ദുരാരോപണം മുൻനിർത്തി ഈ ഭരണത്തെ അട്ടിമറിച്ച് ആ കസേര പിടിക്കാൻ പറ്റുമോ എന്ന
കൗശല ബുദ്ധി മാത്രമാണ് ഇത്തരം വാദങ്ങളുടെ പിന്നിലുള്ളത്. അല്ലാതെ മറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് രണ്ടും ഒരുപോലെ കാണരുത്. നിയമനിരോധനം ഞങ്ങളുടെ കാലത്തില്ല. മറ്റൊരു കാര്യം കൂടി പറയാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ സംസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോഴും കേരളം തന്നെയാണ് മുമ്പിലുള്ളത് എന്ന കാര്യവും മറന്നുപോണ്ട. രണ്ടാമത്തെ കാര്യം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൽ ഇപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സംഘടനയ്ക്കെതിരായി ഞങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ നടത്തിയിട്ടുള്ള വിമർശനമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെ അത് കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങൾക്കെതിരായ ഒരു പ്രതികരണമാക്കി മാറ്റുകയാണ്. അത് RSSൻ്റെ കൂടി ഒരു തന്ത്രമാണ്. കാരണം നരേന്ദ്രമോദിയെ പറഞ്ഞാൽ ഇന്ത്യയെ പറഞ്ഞതിന് തുല്യമാണ് എന്ന നിലയിൽ ഒരു നരേറ്റീവ് അവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ പറഞ്ഞായി കണക്കാക്കണം. ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചാൽ അത് മൊത്തം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വാദമായി കണക്കാക്കിക്കൊണ്ട് എല്ലാവരും ഇറങ്ങിക്കോ എന്നൊരു ആഹ്വാനമാണ് പരസ്യമായി നടത്തുന്നത്. അത് ഒരുതരം വർഗീയതയാണ് എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയോട് എല്ലാ കാലത്തും ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിയോജിപ്പ് ഇനിയും പറയും. അങ്ങനെ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ അത് ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് ഇസ്ലാം സഹോദരന്മാരെല്ലാം ഒരുമിക്കണം എന്ന ഭാഗത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. RSSും പ്രചരിപ്പിക്കുന്നത് ഇത് തന്നെയാണ് എന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് മറുപടിയായിട്ട് പറയാനുള്ളൂ. മറ്റൊന്ന്, ഇവരുമായിട്ടുള്ള യോജിപ്പിൻ്റെ തലം പറഞ്ഞല്ലോ. ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്. കാരണം ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പലവിധ വർഗീയ പ്രചരണവും സംഘടിപ്പിക്കുന്ന അവസരത്തിൽ ഫിറോസ് നാരങ്ങാവെള്ളം കലക്കി കൊടുക്കാൻ പോയിട്ടുണ്ട്. ആർക്കാ കൊടുത്തത് നമുക്കറിയാലോ. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നറിയാലോ. അപ്പോൾ ഈ നാരങ്ങാവെള്ളം കലക്കി കൊടുത്തിട്ട് RSSകാരിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വിടുമ്പോൾ അതിനോടും നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് യോജിക്കാൻ കഴിയാവുന്ന മേഖലയെല്ലാം യോജിക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഇക്കാര്യത്തിൽ SYSൻ്റെ ഒരു നിലപാട് നേരത്തെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലും അതിനു മുമ്പ് മാനവ സഞ്ചാര വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നാകെ ആവർത്തിക്കുകയാണ്. ഈ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പരസ്പരം വർഗീയത ആരോപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അത് ആത്യന്തികമായി തീർച്ചയായും വർഗീയ ശക്തികൾക്കാണ് പിന്തുണ നൽകുക, അവർക്കാണ് സഹായകമാവുക. അതുകൊണ്ട് മതേതര ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ പരസ്പരം ഇങ്ങനെ വർഗീയ ആരോപണം നടത്തുന്നത് ഗുണകരമാകില്ല എന്നൊരു നിലപാട് നേരത്തെ സംഘടന പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും നമ്മുടെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ യുവജന സംഘടനകളും അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പഠനത്തിന് വേണ്ടി തൊഴിലിന് വേണ്ടിയൊക്കെ ധാരാളം യുവതി യുവാക്കൾ പുറത്തേക്ക് പോകുന്നുണ്ട്. കേരളത്തിൻ്റെ തന്നെ സവിശേഷമായ സാഹചര്യത്തിൽ കുടിയേറ്റം എന്ന് നമ്മുടെ ഒരു ജീനിലുള്ളതാണ് എന്നൊക്കെ പറയാൻ കഴിയും. എന്നാൽ പോലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ധാരാളം യുവതി യുവാക്കൾ പഠനത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. തൊഴിലിന് വേണ്ടിയും അങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അല്ലെങ്കിൽ തൊഴിൽ മേഖലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഈ യുവതി യുവാക്കൾ ഇങ്ങനെ നാട് കടന്നു പോകേണ്ടി വരുന്നത്? നമുക്ക് എങ്ങനെയാണ് ഈ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ കഴിയുക? ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടുകൾ കൂടി കാഴ്ചപ്പാടുകൾ ഒന്ന് പങ്കുവച്ചാൽ നന്നാകും. ഇവിടെ 2-3 കാര്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട്. ഞാൻ എന്തായാലും യോജിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലിരുന്ന് വിയോജിപ്പുകൾ മാത്രം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ അതിനകത്തായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഒരൊറ്റക്കാര്യം ഏതായാലും കുറേയധികം കക്ഷി രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് ഒറ്റക്കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിച്ചോളാം. ഇപ്പോൾ ശ്രീ സനോജ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞു. ഈ ജമാഅത്തെ ഇസ്ലാമി എന്നു മുതലാണ് വർഗീയ കക്ഷി ആയത് CPM-ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എന്താ? ഇപ്പോൾ മറ്റൊരു പത്രത്തിൻ്റെയും മുഖപ്രസംഗത്തിൽ നിങ്ങൾ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയല്ല, അതൊരു മഹത്വവൽക്കരിച്ച ഒരു കക്ഷിയാണെന്നും അവരെ കൂടെ കൂട്ടണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പത്രത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അത് 96-ൽ ദേശാഭിമാനി പുറത്തിറങ്ങിയപ്പോൾ ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ നിലപാടും അന്നത്തെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. 2006-ൽ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെയും സംസ്ഥാന നേതാവ് പരസ്യമായി പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചിട്ടുണ്ടെന്നും അവർ കൂടെ കൂട്ടാൻ കുഴപ്പമില്ലാത്ത ആളുകളാണ് എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ
2006 CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയൻ വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുമുണ്ട്, അത് ഫയലിലുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ നിലപാടും അന്നത്തെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. 2015 ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും തമ്മിൽ ചർച്ച നടത്തി വളരെ കൃത്യമായി അമീർ പുറത്തിറങ്ങി വന്നപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ പരസ്യമായി ഇടതുപക്ഷത്തെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇന്നത്തെ നിലപാടും അന്നത്തെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ഇനി കൂടുതൽ അതിനകത്തിട്ട് ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല, ആ വിഷയം ഞാൻ വിടുകയാണ്. 2 ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് ഇവിടെ ചോദിച്ചത്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ഇന്നത്തെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള യൂത്താണ് നമുക്ക് ഇന്നുള്ളത്. കാരണം നേരത്തെ നമ്മൾക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് കഴിക്കുന്നിടത്തോളം ബിരിയാണി അന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഒരു ബീഫോ അല്ലെങ്കിൽ ചിക്കനോ മേടിക്കുന്നത് ഞായറാഴ്ചകളിലായിരിക്കും, ഇല്ലെങ്കിൽ ഒരു മീൻ മേടിക്കുന്നത് വിശേഷ ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഒരു നാട്ടും പ്രദേശത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ടൊരു മുട്ട പൊരിച്ചതെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ വലിയ വിമുഖതയാണ് പല കുട്ടികൾക്കും. എന്ന് പറഞ്ഞാൽ കാലം മാറി. ആ കാലം മാറിയതോടുകൂടി നമ്മുടെ യൂത്തിൻ്റെ എനർജിയും മാറി. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു യൂത്താണ് നമുക്കുള്ളത്. അപ്പോൾ ഈ എനർജി എങ്ങനെ ഡൈവേർട്ട് ചെയ്യപ്പെടണം എന്നുള്ളിടത്താണ് ലഹരി എന്നുള്ളൊരു വിഷയം വരുന്നത്. ഈ എനർജിയെ ശരിയായ വണ്ണം ഡൈവേർട്ട് ചെയ്താൽ അവർക്ക് ആ ഇനത്തിൽ വളരെ മികച്ചതായി തീരാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ഇന്ത്യൻ ടീമിൽ കളിച്ച വളരെ ചുരുക്കം, ഇപ്പോൾ ടിനു യോഹനാന് ശേഷം ആരാ കളിച്ചത്? ടിനു യോഹനാൻ പോലും വളരെ ചുരുങ്ങിയ ഗെയിംസ് മാത്രമാണ് കളിച്ചിട്ടുള്ളൂ. ഇന്ന് സഞ്ജു സാംസൺ ഉണ്ട്, അടുത്ത കളിക്കാരുണ്ട്, ഫുട്ബോൾ ടീമിൽ ആളുകളുണ്ട്. വളരെ എനർജറ്റിക്കായ ഒരു യൂത്ത് നമുക്ക് കടന്നു വരികയാണ് സ്പോർട്സ് രംഗത്ത്. അതും മാത്രമല്ല മറ്റൊട്ടേറെ രംഗങ്ങളിൽ നമ്മുടെ ആളുകൾ വരികയാണ്. അപ്പോൾ ഇതിനെ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ സ്പോർട്സിലേക്ക് ഡൈവേർട്ട് ചെയ്യണം, ആർട്സിലേക്ക് ഡൈവേർട്ട് ചെയ്യണം, കൾച്ചറിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. ആ ഡൈവേർഷൻ ചെയ്യപ്പെടാനില്ലാത്ത അവസരത്തിൽ അവർ ലഹരിയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടും, അവർ വർഗീയതയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടും. ഈ എനർജി എവിടെയെങ്കിലും പോയി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് ലഹരിയുടെ പ്രശ്നം. ഇപ്പോൾ 2008 കേവലം 570 NDPS കേസുകൾ മാത്രമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് 6000-ഓളം NDPS കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ വർദ്ധിക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്ന് പറഞ്ഞാൽ ഈ നാടിനെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ പോയിസൺ, ആ പോയിസൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഹരിയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ യോജിപ്പിൻ്റെ രാഷ്ട്രീയം, ആ യോജിപ്പിൻ്റെ രാഷ്ട്രീയം തനതായി വേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് നമ്മൾ യോജിച്ച് നടത്തേണ്ട ഒരു പോരാട്ടമാണ്. 2, നമ്മൾ സമൂഹം എന്നുള്ള നിലയിൽ സാമുദായിക സംഘടനകളും മതസംഘടനകളും ഒക്കെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വലിയ രീതിയിലുള്ള റോൾ വഹിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സമൂഹം ചെയ്യേണ്ട ഒരു പ്രവൃത്തി, ഇപ്പോൾ നമ്മൾ വെള്ളം എന്ന സിനിമയുണ്ട്, ആ സിനിമയിൽ മുരളി എന്ന കഥാപാത്രം, ആ കഥാപാത്രം കുടിയനാണ് ആ സിനിമയിൽ. പക്ഷേ ഇയാൾ ഒരു ദിവസം എന്നാൽ കുടിയൊക്കെ നിർത്തി ഞാനങ്ങ് നന്നാവാൻ തീരുമാനിച്ചാൽ സമൂഹം അംഗീകരിക്കില്ല ഇയാൾ കുടിയനല്ല എന്ന്. സമൂഹം പറയുന്നത് ഇവൻ കുടിയനാണ്, ഇവൻ ഏത് നിമിഷം വേണമെങ്കിലും കുടിയിലേക്ക് മാറാം, ഇവൻ്റെ സ്വഭാവം പഴയത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സമൂഹം ഇവരുടെ റിഫർമേറ്റീവ് മനോവസ്ഥയെ നമ്മൾ കൂടുതൽ നെഞ്ചേറ്റിക്കൊണ്ട് അവർക്ക് റിഫർമേഷനുള്ള, ട്രാൻസിഷനുള്ള വേദികൾ ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ് ലഹരിയുടെ കാര്യത്തിൽ എൻ്റെ ടേക്ക്. 2, താങ്കൾ പറഞ്ഞ മൈഗ്രേഷൻ എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ആളുകൾ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന്, ഞാൻ എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശമാണ്, എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് UK ഒരു ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ കാണും. അതിന് കാരണം വലിയ രീതിയിലുള്ള മൈഗ്രേഷനാണ്. എൻ്റെ നാട്ടിലൊക്കെ ആളുകൾ ഈ വീടുകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അതൊരു മധ്യ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം ഞാൻ പൂർണ്ണമായി മൈഗ്രേഷനെ അല്ലെങ്കിൽ വിദേശ പഠനത്തെ തള്ളിപ്പറയില്ല. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ വിദേശ പഠനം നടത്തിയവരാണ്. അത് നെഹ്റു തൊട്ട് ഗാന്ധി തൊട്ട് എല്ലാവരും വിദേശ പഠനം നടത്തിയവരാണ്. ആ വിദേശ പഠനം നടത്തി അവർ ആർജിച്ചെടുത്ത നോളജ് അതെവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിനാണ് പ്രശ്നം. അത് കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മൈഗ്രേഷൻ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾ പഠിക്കാതിരിക്കും? ഇപ്പോൾ ആദ്യം പറഞ്ഞ PSC വിഷയം. ഇപ്പോൾ PSC വിഷയത്തിൽ 2 കൊല്ലം മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്തുണ്ടായി. ഈ കത്തിക്കുത്ത് കേസ് കഴിഞ്ഞ്
ആ കത്തിക്കുത്ത് കേസിൻ്റെ പ്രതികൾ പിടിച്ചു. പിന്നീട് വരുന്ന PSC റാങ്ക് ലിസ്റ്റിലെ 1ാം റാങ്കുകാരൻ ആ കത്തിക്കുത്ത് കേസിലെ 1ാം പ്രതിയാണ്. 2ാം റാങ്കുകാരൻ ആ കത്തിക്കുത്ത് കേസിലെ 2ാം പ്രതിയാണ്. ഇവരാരും PSC പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല എന്ന് ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അവരെ ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലായി. അവരുടെ വീട്ടിൽ നിന്ന് പിടിക്കുന്നത് ഉത്തരം എഴുതാത്ത യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസുകൾ. അപ്പോൾ ഇത് കാണുന്ന കേരളത്തിലെ ഏത് യുവതി യുവാക്കളാണ് എന്നാൽ ഞാൻ പോയി ഇനി എന്നാൽ ഈ കേരള യൂണിവേഴ്സിറ്റി പഠിച്ചേക്കാം എന്ന് വിചാരിക്കുന്നത്? ഇനി അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് നാർക്കിൻ്റെ റേറ്റിംഗ്, NAFCയുടെ റേറ്റിങ്ങിലൊക്കെ കേരളം മികച്ചതാണ്. എന്നിട്ട് പറയും കേരളം JNU ആണ്, കേരളത്തിൻ്റെ എല്ലാ സർവകലാശാലകളും JNU ആണ്. കേരളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സർവകലാശാലയുണ്ടോ? നമ്മൾ JNUവിനോടാണ് താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതിയിൽ, കരിക്കുലത്തിൽ നമുക്ക് കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് രാഷ്ട്രീയത്തിനും അപ്പുറമാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. 2, ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 2, നിങ്ങൾ ആദ്യം പറഞ്ഞ തൊഴിലിടങ്ങളിലെ പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ടാണ് യുവതി യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത്, അവർ പഠിക്കാൻ വേണ്ടി പോകുന്നത്? ഇപ്പം ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരാൾക്കൊരു ജോലി നിങ്ങൾക്ക് കൊച്ചി ഇൻഫോ പാർക്കിൽ വേണോ ബാംഗ്ലൂരിൽ വേണമോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞാൻ ബാംഗ്ലൂരിൽ പൊക്കോളാം, കൊച്ചിയിൽ ഞാൻ വരുന്നില്ല എന്ന് പറയും. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, ജെൻഡർ ഈക്വാലിറ്റിയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. യുവാക്കൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അതും മാത്രമല്ല, ഇവിടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വ്യക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ യുവാക്കളുടെ മാറിയ കാലഘട്ടത്തിലെ യുവാക്കളുടെ ഡ്രീംസിനനുസരിച്ച്, സ്വപ്നങ്ങൾക്കനുസരിച്ച് തൊഴിലിടങ്ങൾ സൃഷ്ടിക്കാൻ, വിദ്യാഭ്യാസ ഇടങ്ങൾ സൃഷ്ടിക്കാൻ, സമൂഹത്തെയും സൊസൈറ്റിയെയും സൃഷ്ടിക്കാൻ ആയാൽ ഈ മൈഗ്രേഷൻ എന്നതിനപ്പുറമായി വിദേശ പഠനത്തിന് ശേഷം ആർജിച്ചെടുക്കുന്ന അറിവുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ്റെ ഡീമെറിറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ഞാൻ അതിനോടൊന്ന് ചേർത്ത് അദ്ദേഹം പറഞ്ഞതിനോട്, കേരളത്തിൽ 2017 പുറത്തു വന്ന ശാസ്ത്ര സാഹിത്യ വർഷത്തിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, ഒരു പഠന റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് 11.76 ലക്ഷം വീടുകൾ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാവരും കുടിയേറ്റത്തിൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് പോയി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ പഠനം പിന്നീട് അവിടുത്തെ ജീവിതം, അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥകൾ ഇതെല്ലാം ആകർഷിച്ച് അവിടെ തന്നെ നിലകൊള്ളുന്നൊരു വിഭാഗം 2017 കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കൂടി എന്നുള്ളതല്ലാതെ കുറയാൻ ഒരു സാധ്യതയില്ലല്ലോ. ഇങ്ങനെ ആളില്ലാത്ത തരിശിടപ്പെട്ട ഭൂമി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് കേരളം പതിയെ വീഴുകയാണ്. നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതില്ലേ? അല്ല, അത് തന്നെയാണ് ഞാനതിനകത്ത് തൊഴിലിടങ്ങളെപ്പറ്റി സംസാരിച്ചിരുന്നു. മൈഗ്രേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലിടങ്ങളാണ്. ഇപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോഴും എൻ്റെ സഹോദരൻ UK-ലാണ്, അവർ ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡാണ്. അവരിനി തിരിച്ചു വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ പ്രശ്നം, അപ്പം ഞാൻ അവനോട് ചോദിക്കുമ്പോൾ നീ അപ്പോൾ എന്നാണ് ഇനി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൻ എന്നോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇപ്പം നമുക്ക് ഒരു മികച്ച സ്കൂളിൽ ഇവിടെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഫീസിൻ്റെ അളവ് എത്രയാണ് നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2, നമുക്കിവിടെ ഒരു +2 കഴിഞ്ഞ് ഇഷ്ടമുള്ള വിഷയങ്ങളിലൊരു അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള ആളുകളോട് സീറ്റിൻ്റെ കണക്ക് ഞാൻ ഇനി പറയുന്നില്ല, അത് വീണ്ടും മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഇനി അത് വീണ്ടും പറയുന്നില്ല. 3, മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ എന്തൊക്കെ സ്ട്രഗിളാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ അതാണ് വിദ്യാഭ്യാസപരമായ പ്രശ്നം. 2, അവൻ പറയുന്നത് ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ലിവിങ്. അവർ പറയുന്നത് വളരെ കൃത്യമായ നിയമ പരിഹാരങ്ങളുള്ള, വളരെ കൃത്യമായ ട്രാഫിക്കുള്ള ഒരു സ്ഥലം. ഞങ്ങൾക്കൊരു ടെൻഷനില്ല. രാവിലെ എഴുന്നേറ്റാൽ വണ്ടി എടുക്കുക, ജോലിക്ക് പോവുക, അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരിക. വീക്കെൻഡിൽ നമ്മൾ ഒരു കൂട്ടായ്മകൾ കൂടി. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി. അപ്പോൾ ഇതുകൊണ്ട് ഈ 2 കാര്യങ്ങളാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഈ 2മാണ് പ്രധാനമായും ഈ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വീടുകളുടെ കാര്യം എന്നുള്ളതാണ്. നിങ്ങൾക്ക് 3 ആൾക്കും, ശേഷിക്കുന്ന 3 ആളുകളും സമയം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെഷൻ ഞാനും അധികം സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് മോഡറേറ്റർ ഈ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ പേരോട് ഉസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ചക്ക മുറിച്ചാലും കുറച്ച് കുരുവിന് കൊള്ളുന്നുണ്ട്. അതുപോലെ എങ്ങനെ പറഞ്ഞാലും അവസാനം നമ്മളവിടെ എത്തിപ്പോകും. ഇപ്പോൾ 1-2 ഫാക്ച്വൽ എറർ മാത്രം ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ സനോജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഞങ്ങൾ വിമർശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അത് ഒരു സമുദായത്തെ മൊത്തം
പിന്നെ വിമർശിച്ചതായി കണക്കാക്കരുത്. അങ്ങനെ ഒരിക്കലുമില്ല. ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കണം, ഞങ്ങളൊക്കെ ഏറ്റവും ശക്തമായി വിമർശിച്ചതാണ്. എപ്പോൾ മുതലാണ് വിമർശിച്ച് തുടങ്ങിയതിനെ സംബന്ധിച്ച് ഇവിടെ അബിൻ വർക്കി പറഞ്ഞു. എൻ്റെ പോയിൻ്റ് അതല്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിച്ച ഭൂരിപക്ഷം 4 ലക്ഷം വോട്ടാണ്. ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ അവകാശപ്പെടുന്നത് അവർ കേരളത്തിൽ ആകെയുള്ള മെമ്പർമാർ 3000 ആണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഒരു 2500 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. പക്ഷേ 4 ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ച ഒരു മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഞങ്ങളെ വിമർശിച്ചത് എന്ന് പറയുമ്പോൾ അതിനകത്ത് യുക്തിസഹമായി അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് CPM-നെ പോലെയുള്ള ഒരു പാർട്ടികൾ അങ്ങനെ പറയരുത്, അവരുടെ നേതാക്കന്മാരിന്ന് അങ്ങനെയുള്ള ഒരു വാക്കുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ശക്തമായി വിമർശിക്കേണ്ടി വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തത് കേരളത്തിലെ PSC ആണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റും എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ എല്ലാ നിയമനങ്ങളും PSC മുഖേനയാണ് കൊടുക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ നിങ്ങൾ എടുത്ത് നോക്ക്, തമിഴ്നാട്ടിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. പോലീസ് വേറെയാണ്, മറ്റേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേറെ വേറെ മേഖലയാണ്. PSC ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 1-2 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് PSC മുഖേന കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ PSCയും കേരളത്തിലെ PSCയുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ സ്വാഭാവികമായും PSCയിൽ കൂടുതൽ നിയമനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണത്. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം. അതിൻ്റെ ഇടയിൽ ഞാൻ സനോജിനെ അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ KSEBയിലും അതുപോലെ തന്നെ KSFയിലും ഒക്കെ DYFI സമരം ചെയ്തു എന്ന് പറഞ്ഞു. നല്ല കാര്യം. അങ്ങനെ ഭരിക്കുന്ന പാർട്ടിയായിട്ട് പോലും അങ്ങനെ സമരം ചെയ്തെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇനി KSEBയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കറണ്ട് ചാർജൊക്കെ കൂട്ടിയ സമയമാണ്. KSEBക്കെതിരെ DYFI ഒരു സമരം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേരാൻ തയ്യാറാണെന്ന് ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിമർക്ക് പ്രയാസമൊന്നുമില്ലല്ലോ, കറണ്ട് ചാർജ് കൂട്ടിയതിനെതിരല്ലേ. പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ദീർഘിപ്പിക്കില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ലഹരിയുടെ വ്യാപനം നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ലഹരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന മദ്യം, പിന്നെ ചാരായം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ വിട്ട് നമുക്കൊന്നും മനസ്സിലാകാത്ത കുറേ പേരുകൾ, LSD, മെത്തഡിൻ, സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികൾ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ ലഹരി അല്ല, അതാണ് ഒരു അഭിപ്രായം. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ പലപ്പോഴും പറയുന്നൊരു അനുഭവം, എൻ്റെ ഒരു നാട്ടിലൊരു ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ്റെ മേശവലിപ്പ് തുറന്നപ്പോൾ അതിനകത്ത് കഞ്ചാവിൻ്റെ പൊതി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്നെ തല്ലാൻ വരികയാണ്, ഉമ്മയെ മകൻ തല്ലാൻ വരികയാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ നമുക്ക് വിശ്വാസപരമായി തെറ്റാണ്, ആരോഗ്യത്തിനത് കേടാണ്, നമ്മളെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും, എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ സനോജ് ഞാൻ അവനെ ഉപദേശിച്ചു. എൻ്റെ ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ എന്നോട് പറയുകയാണ്, ഫിറോസ്ക നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കി, നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കി, നിങ്ങൾ ഉപയോഗിച്ചിട്ട് പറയത്, നിങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രസംഗമൊക്കെ നിൽക്കാതെ വരുമെന്ന് പറഞ്ഞു, നിങ്ങളെ ചിന്തയൊക്കെ പിടുത്തം വിട്ടു പോകുന്ന പറഞ്ഞു. ഒരു അരമണിക്കൂർ ക്ലാസ് അവൻ എനിക്ക് ഇങ്ങോട്ട്, അവസാനം ഞാൻ തന്നെ കൺഫ്യൂഷനായി. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇമാതിരി ക്ലാസ്സാണ് അവൻ എനിക്ക് എടുക്കുന്നതെങ്കിൽ നാട്ടുകാർക്ക് അമ്മാതിരി ക്ലാസ് ആയിരിക്കും എടുക്കുക. നിങ്ങൾ ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയാം. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ആയുർവേദമാണെന്നാണ് എന്നോട് പറഞ്ഞത്. ആയുർവേദമാണ് എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഒരു തവണ ഉപയോഗിച്ചാൽ ഇത് നമ്മുടെ ജീവിതം കൊണ്ടാണ് പോവുക എന്ന് തലമുറയെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഇവിടെ അബിൻ പറഞ്ഞതുപോലെ ലഹരികൾ വേറെ പലതുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കൽ ഒരു ലഹരിയാണ്. മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ അയാളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമല്ലേ, ആ സന്തോഷം കാണുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു മനസ്സിനുള്ളൊരു സുഖമുണ്ട്. അതിനേക്കാൾ വലിയ ലഹരി വേറെ ഒന്നുമില്ല എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഏതാണ് യഥാർത്ഥ ലഹരി? ഈ കാണുന്ന നൈമിഷികമായ സുഖങ്ങളല്ല, ഇങ്ങനെ ലോങ് ടേം ആയി നമ്മൾ അനുഭവിക്കുന്ന, അതിനപ്പുറത്തേക്ക് വിശ്വാസികളെന്ന നിലക്ക് ഇതിൻ്റെ പരലോകത്ത് നമ്മൾ പരലോക വിശ്വാസികളാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ പ്രതിഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ബോധവൽക്കരിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. സമയം വൈകിയത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇതിനകത്ത് യോജിച്ച് നിൽക്കണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ലഹരിക്കെതിരെ DYFI ഒക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള അഭിപ്രായം കൂടി ഞാൻ പങ്കുവെക്കും. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ധാരാളം കുട്ടികൾ പോകുന്നു. അപ്പം അങ്ങനെ കുട്ടികൾ പോകുന്നതിൻ്റെ ഉത്തരവാദിത്വവും പിണറായി വിജയൻ ഏറ്റുകൊള്ളണം എന്നാണ് ഇപ്പോൾ അബിൻ വർക്കി പറയുന്നത്. ഇവരിത് മാത്രമല്ല പറയാറുള്ളത്. വയനാട്ടിലെ ഉരുൾപൊട്ടിയപ്പോൾ പറഞ്ഞത് പിണറായി ഭരിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു, പ്രളയം 2 തവണ വന്നത് പിണറായി ഭരിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അത് പിണറായിയുടെ ഭരണമാണ് ഇതിനെല്ലാം കാരണമെന്ന് പ്രചരിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ അധികം മറുപടി പറഞ്ഞു പോകുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈ വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയാലും ആളുകൾ പോവും. അതൊന്ന് ഇവർ പറഞ്ഞൊരു അഭിപ്രായത്തോടെ യോജിക്കുകയാണ്. ഒന്ന്, ആളുകളിപ്പോൾ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ പല വിധത്തിലുള്ള കെട്ടുപാടുകളുണ്ടാവും. നിങ്ങൾ പള്ളി കമ്മിറ്റിക്കാർ നോക്കും അല്ലേ, അപ്പുറം തിരിഞ്ഞാൽ അപ്പുറത്ത് DYFക്കാരുണ്ടാവും, ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുണ്ടാവും. എല്ലാ പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സ്വതന്ത്രമായ ജീവിതം അവരാഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ആ വഴിയിൽ പോകുന്നുണ്ട്. മറ്റൊന്ന്, ഉന്നതമായ പഠനം നടത്താൻ സൗകര്യം ഉള്ള സ്ഥലം നോക്കി പോകുന്നുണ്ട്. മറ്റ് പല കാരണങ്ങൾ കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ മോശം കൊണ്ടാണ് എന്ന് ചുരുക്കി വ്യാഖ്യാനിച്ച് അതിനെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിൽ പെടുത്തരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. മറ്റൊന്നിവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ പറഞ്ഞു. വളരെ ഗൗരവമായ പ്രശ്നമാണ്. നമുക്കതിനെ കൂട്ടായി യോജിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളുമായിട്ടും യോജിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ വലിയ ക്യാമ്പയിനൊക്കെ തുടങ്ങിയിരുന്നു. ഞങ്ങൾ കായിക പരിപാടി ലഹരിയാവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാപ്ഷൻ മുൻനിർത്തിക്കൊണ്ട് വ്യാപകമായി തുടങ്ങിയിരുന്നു. അത്തരം കാര്യങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിച്ചേ പറ്റൂ. നമുക്ക് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് ഇതൊന്നും എൻ്റെ വീട്ടിൽ വരില്ല എന്നാണ്. ലഹരി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പുറത്തുള്ള ആരെയും ബാധിക്കുന്ന, മറ്റുള്ള ആളുകളുടെ മക്കളെ ബാധിക്കുന്ന വിഷയം എന്ന നിലക്കാണ് നമ്മൾ ഉൾപ്പെടെ എടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളെ വീട്ടിലും വരും, എൻ്റെ വീട്ടിലേക്കും ഇത് കാര്യങ്ങൾ കടന്നു വരും എന്ന യാഥാർത്ഥ്യത്തോടു കൂടി ഇതിനെ നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. പിന്നെ ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. കേരളത്തിൽ നിലവിലുള്ള ഏതെങ്കിലും PSC നിശ്ചയിച്ച ഒഴിവിൽ നിയമനം നടത്തില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമന നിരോധനം പ്രഖ്യാപിക്കുന്നു എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് സമരം ചെയ്യാൻ DYFIയും ഉണ്ടാവും. ഒരു തർക്കവും വേണ്ട, ഒരു തർക്കവുമില്ല. എന്തുകൊണ്ട് ഇപ്പം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഇപ്പം സമരം നടത്താത്തത്? ഇപ്പം വേറെ ഓരോ വിഷയത്തെ മുൻനിർത്തിയൊക്കെ സമരം ഉണ്ടാവുമായിരിക്കും, പക്ഷെ അങ്ങനെ പ്രകടമായി പറയാൻ കഴിയില്ല. ഈ അബിൻ വർക്കിയുടെയൊക്കെ ഇപ്പം ഈ സംസാരം കേട്ടാത്തൊന്നും കേരളത്തിൽ ഇതുവരെ കോൺഗ്രസ് ഭരണം നടത്തിയിട്ടേ ഇല്ല എന്നാണ്. കോൺഗ്രസ് പല തവണയും ഭരണം നടത്തിയിട്ടുണ്ടല്ലോ. ആ സമയത്ത് ആൻ്റണി പറഞ്ഞെന്താണ് നമുക്കറിയാലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായ കാര്യം നമുക്കറിയാലോ. ആ കാലത്ത് നിയമനത്തിനെല്ലാം വണ്ണം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ അധികം പോകുന്നില്ല. അതൊക്കെ ഓരോ ഭരണകാലത്തും പരിമിതിയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നിലവിലുള്ള സാമ്പത്തികമായ പരിമിതി കാത്തുനിന്നുകൊണ്ട് ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് DYFIക്ക് അഭിപ്രായമുള്ളത്. അതിനകത്തുനിന്ന് വ്യതിചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ സമരവുമായി ഞങ്ങൾ പോവും. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ മതനിരപേക്ഷ നിലപാട് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആയിട്ടില്ല. എല്ലാ കാലത്തും ശക്തമായ മതനിരപേക്ഷ നിലപാട് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ആരാണ് അയോധ്യയിൽ പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയുന്ന സന്ദർഭത്തിൽ വെള്ളി ഇഷ്ടിക പൂജിച്ച് കൊടുത്തത്? ആ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഏതാണ്, ആ മുഖ്യമന്ത്രിയുടെ പേരെന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് മതനിരപേക്ഷതയിൽ വെള്ളം ചേർത്തത് ആരാണ് എന്നൊക്കെ നമുക്കറിയാം. ആര് ഭരിക്കുമ്പോഴായിരുന്നു ബാബറി പള്ളി പൊളിഞ്ഞു പോയതെന്ന് നമുക്കറിയാം. ബാബറി പള്ളി പൊളിഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും തർക്കമന്ദിരം തകർത്തു എന്ന് വിശേഷിപ്പിച്ചപ്പോൾ പള്ളി പൊളിച്ചു എന്ന് ധൈര്യത്തോടുകൂടി പത്രത്തിൽ എഴുതിയ സംഭവം ഉണ്ടായിരുന്നു. ആ പത്രം ഏതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചരിത്രമൊക്കെ എങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ചരിത്രത്തേക്ക് അധികം പോകാനുള്ള സമയമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, CPMൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മതനിരപേക്ഷ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വാജ്പേയി ഗവൺമെൻറ് തുടർച്ച ഇല്ലാതാക്കാൻ ആവശ്യമായ നിലയിൽ രാഷ്ട്രീയത്തിൽ ഒരു ബോർഡ് മെമ്പർ സ്ഥാനം പോലും വാങ്ങിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനവും എത്രയോ ക്യാബിനറ്റ് മന്ത്രി പദവിയും കൊണ്ടുവച്ചിട്ട് നിങ്ങളിതാ അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അധികാരമല്ല പ്രധാനം, സംഘപരിവാറിനെ മാറ്റി നിർത്തലാണ്, നിങ്ങൾ ഭരിച്ചോ, പുറത്തുനിന്ന് നിർബാധം പിന്തുണ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന
രാഷ്ട്രീയമായ നിലപാടിനെ ചൂണ്ടിക്കാണിച്ച് ഇത് വർഗീയതയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രസാദിൻ്റെ സംസാരത്തോടു കൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇല്ല, വലിയ മറുപടികളൊന്നുമില്ല. എല്ലാവരും പരസ്പരം മറുപടികൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മൈഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിച്ചതുകൊണ്ട് മാത്രമുണ്ടായതാണ് എന്നുള്ള അഭിപ്രായം AIYF-നില്ല. അതിപ്പോൾ സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവതലമുറ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുക എന്നത് വലിയൊരു ഫാഷനായി കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പലരും ആ രീതിയിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പുറത്ത് പോയി ജീവിച്ച് പുറത്ത് തൊഴിൽ സമ്പാദിച്ചാലേ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള പല വ്യാമോഹങ്ങളും ഇപ്പോഴുണ്ട്. പലരും ഇപ്പോൾ അവിടെ തന്നെ പല വിഷയങ്ങളുമായി തിരിച്ചു വരുന്ന കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം ഇവിടെ പഠിച്ച് ഇവിടെ വളർന്ന് അവരുടെ സമ്പാദ്യം മുഴുവൻ ഇവിടെ തന്നെ ഉപയോഗിച്ചാലേ നമ്മുടെ കേരളം ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ലഹരിയെക്കുറിച്ചെല്ലാം ഇവിടെ സൂചിപ്പിച്ചു, അധികം കറക്കുന്നില്ല. കവി അയ്യപ്പൻ പാടിയതുപോലെ കരള് പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പാതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന് പാടിയതുപോലെ അന്ന് അയ്യപ്പൻ പാടിയത് മദ്യത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ ഇന്ന് MDMA കുറിച്ചുള്ള പുതിയ പാട്ടുകൾ എഴുതാൻ അയ്യപ്പനില്ലാതെ പോയി എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ലഹരിയുടെ വലിയ പോരാട്ടത്തിൽ ഇങ്ങനെ ഒത്തുചേർന്ന് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇവർക്കിടയിൽ ഇനിയും ഏറെ സംസാരങ്ങൾ നടക്കാനുണ്ടാകും. ഇത്രയും സമയം ഇവരെ ഒരുമിപ്പിച്ചിരുത്താൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. പല അഭിപ്രായങ്ങൾ, ചില രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ അത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. എങ്കിലും ആത്യന്തികമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില വിഷയങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രത്യാശ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ നടപ്പുകാലത്തിൻ്റെ രാഷ്ട്രീയം കൂടി സംസാരിച്ചാണ് നമ്മൾ ഈ പ്രമേയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സംവാദം നടന്നത്. പ്രിയപ്പെട്ട അബിൻ വർക്കി, PK ഫിറോസ്, VK സനോജ്, അതേപോലെ പ്രസാദ്, എല്ലാവർക്കും നന്ദിയും സന്തോഷം അറിയിച്ച് ഈ സെഷൻ അവസാനിക്കുന്നു.